ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കൃത്യം 12 മണിക്കൂറുകൾ കഴിഞ്ഞാൽ കങ്കുവ റിലീസാവുകയാണ്. ഇതിനോടകം തന്നെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രീസെയിൽ കളക്ഷനാണ് വരുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് 20 കോടിക്ക് മുകളിലുള്ള പ്രീസെയിൽ കളക്ഷനാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്നലെ വരെ സിനിമയ്ക്ക് 13 കോടിക്ക് മുകളിലുണ്ടായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഇന്ന് കേരള പ്രീസെയിൽ കളക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നലെ നിർത്തിയെടുത്ത് നിന്ന് അതിഭീകരമായി കുതിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 കോടിയും കടന്നിരിക്കുന്നു പ്രീസെയിൽ റിപ്പോർട്ട്, പ്രീസെയിൽ കളക്ഷൻ എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ട്രാക്കേഴ്സ് മുഖാന്തരം വരുന്ന ഈ ഓരോ വാർത്തയിലും ഒരു കാര്യം ഉറപ്പാകുന്നു, ഇതിന് മുകളിലായിരിക്കും കളക്ഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ മികച്ച രീതിയിലാവുന്നു. തമിഴ്നാട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് മാറുന്നു. എന്താണേലും കൂടുതൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ബുക്ക് മൈ ഷോ നോക്കുകയാണെങ്കിൽ എങ്ങും ഓറഞ്ച് മയമെന്ന് തന്നെ പറയാം, ആ റേഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൃത്യം 12 മണിക്കൂറുകൾ കൂടെ ബാക്കി നിൽക്കുകയാണ്. എന്നിട്ട് പോലും ഹെവി ബുക്കിംഗ് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. കൊച്ചിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തമിഴ് 2D 3D അങ്ങനെ മലയാളം അങ്ങനെയുള്ള ഓരോ ഇതിലുമുണ്ട്. എല്ലായിടത്തും നല്ല മികച്ച ബുക്കിംഗ് തന്നെ കാണാൻ കഴിയുന്നു. ഇനിയും ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തിയേറ്റർ കൂട്ടിയിട്ടുണ്ട്, അവിടെയൊക്കെ ഗ്രീൻ നമുക്ക് അതേപോലെ തന്നെ കാണാനും കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും തമിഴ്നാട്ടിലും സിനിമയ്ക്ക് നല്ല ഒരു ഓപ്പണിംഗ്, ആദ്യമൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ടിക്കറ്റ് അല്ലെങ്കിൽ തിയേറ്ററുകൾ നൽകില്ല എന്നുള്ളത്. പക്ഷേ അതെല്ലാം ഇവിടെ സോർട്ട് ഔട്ട് ആവുകയാണ്. അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് അവിടെയും ബുക്കിംഗ്. അതായത് തമിഴ്നാട് നോക്കുകയാണെങ്കിൽ പച്ച എന്ന് പറയുന്നത് കാണാനല്ല, പ്രത്യേകിച്ച് ചെന്നൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഷോകളാണ്. എല്ലായിടത്തും ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം. ചില തിയേറ്ററുകളിൽ ഏകദേശം 25-30 ഷോകൾ വരെയുണ്ട്. മായാജാൽ മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. അതാണ് എടുത്ത് പറയാനുള്ളത്. 30 ഷോയ്ക്ക് അടുത്താണുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരമായിട്ട് തന്നെ പോകുന്നു. നിങ്ങൾ എവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് കമൻസിലൂടെ പറയാം. ഫാൻ ഷോസ് കൂടാതെയുള്ള കാര്യങ്ങളാണ്. ഫാൻ ഷോസ് ഓൾറെഡി കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ അടിച്ചിരുന്നു. അതുപോലെ തന്നെ റെക്കോർഡ് തൂക്കുകയാണ് കേരളത്തിൽ. സൂര്യ ഒരു മലയാളി നടനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കേരള കളക്ഷൻ്റെ കുതിപ്പ്. കാരണം ടോട്ടൽ കളക്ഷൻ്റെ ഏകദേശം ഒരു നല്ല പങ്ക് ഇവിടുന്ന് തന്നെയാണ് വരുന്നത്. എന്തായാലും കത്തട്ടെ, കത്തട്ടെ, വമ്പൻ വിജയമാകട്ടെ. സിംഗം ബോയ്സ് പൊളിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.